രാവിലെ തന്നെ മാമായും മരുമക്കളും കൂടെ അവിടെ കൂന കൂട്ടുകയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പൊടിച്ചെടുത്ത മരച്ചീനിയുടെ കമ്പ് നടാനായിട്ട്. അപ്പോൾ അതാ ഇക്ക ആദ്യമായിട്ടാണ് കേട്ടോ ഈ വക പരിപാടിയൊക്കെ ഇറങ്ങി ഞാൻ കാണുന്നത്. അതിലും ഒരു മുണ്ടൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നോക്കിയിരുന്ന് എന്നെയാണെങ്കിൽ കൊതു കുത്തി ഊപ്പാട് വരുത്തി. സ്വന്തമായിട്ട് ഒരു പൊട്ട് കുത്താൻ പോലും അറിഞ്ഞുകൂടെങ്കിൽ ബാക്കിയുള്ളവരെ ഡോക്ടറാണെന്നും പറഞ്ഞുകൊണ്ട് കുത്തി നോവിക്കുന്ന കൊതുകിനെ എന്താ ചെയ്യാൻ പറ്റുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇന്നലെ കിട്ടിയ ഒരു മരച്ചീനി, അതിൻ്റെ കൂടെ ഇക്ക കൊണ്ടുവന്ന് 2 മരച്ചീനിയും കൂടെ ഇട്ട് ഒരു മരച്ചീനി കൂട്ടാൻ അങ്ങോട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ മരച്ചീനിയെല്ലാം കഴുകി അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു കണ്ണൻ കൊഴിയാളെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമുക്കിന്ന് മല്ലിയും മുളകും ഒക്കെ വറുത്തിട്ട് അരച്ചെടുത്ത് ഒരു പുളിയും മുളകും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ മല്ലിയും മുളകും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചൂടാക്കി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ചു. ചട്ടി ചൂടായത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉലുവയും കറിവേപ്പിലയും നമ്മുടെ കീറി വെച്ചിരുന്ന പച്ചമുളകും കൂടെ എടുത്ത് തട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇത് ഇത്രയും ചതച്ച് വെച്ചിരുന്നതും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മല്ലിയും മുളകും ഒക്കെ നേരത്തെ വറുത്ത് വെച്ചത് അതിനൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് ദാ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് തിളക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വാരി ഇടുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മരച്ചീനി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ അടുത്തത് മരച്ചീനിക്കിട്ട് 4 ഇടി കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഇടിച്ചൊതുക്കി അവനെ ഒരു പരിവാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത് പുളിയും മുളകിനും ഉപ്പിട്ടില്ല. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ ഇങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രേവി, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും കേട്ടോ നമുക്ക് പുളിയും മുളകിന്. അങ്ങനെ ഇക്കത് കഴിക്കുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഉടനെ തന്നെ എന്തായാലും ഐശ്വര്യം കറണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ കൂട്ടിക്കൊഴിച്ച് കഴിക്കുന്നത് കാണാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്.